ബി.ജെ.പി വിട്ട് കോൺഗ്രസിലെത്തിയ ഹിന്ദുത്വ വർഗീയവാദി സന്ദീപ് വാര്യർക്ക് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ ഊഷ്മള വരവേൽപ്പ്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും മലപ്പുറം ജില്ലയ്ക്കുമെതിരെ നേരത്തെ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളൊന്നും തിരുത്തിപ്പറയാൻ ലീഗ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും സന്ദീപ് വാര്യർ തയ്യാറായില്ല. കേരളത്തിൽ ഏറ്റവും അധികം മുസ്ലിം വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ സംഘപരിവാർ നേതാവാണ് സന്ദീപ് വാര്യർ. പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കണമെന്ന് സന്ദീപ് വാര്യർ ആഹ്വാനം ചെയ്തിരുന്നു. ഈ നിലപാട് സന്ദീപ് വാര്യർ ഇതുവരെ തിരുത്തിയിട്ടില്ല. പക്ഷേ സന്ദീപ് വാര്യർക്ക് പാണക്കാട് ലഭിച്ചത് അത്യുജ്വല സ്വീകരണമാണ്. മലപ്പുറമായിട്ട് എൻ്റെ ബന്ധം എന്ന് പറയുന്നത് പൊക്കൽക്കൊടി ബന്ധമാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, മലപ്പുറത്തിൻ്റെ ഒരു സന്ദേശമുണ്ട്. മലപ്പുറത്തിൻ്റെ ആ പാരമ്പര്യവും സന്ദേശവും അത് മതനിരപേക്ഷതയുടേതാണ്, മാനവ സൗഹാർദ്ദത്തിൻ്റെതാണ്. ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കൊടപ്പനക്കും തറവാടും ഇവിടെ പാണക്കാട്ടെ കുടുംബവും അവരുടെ വലിയൊരു പ്രയത്നം അതിൻ്റെ പുറകിലാണ്. മലപ്പുറം ജില്ലയെ ഭീകരവാദത്തിന്റെ കേന്ദ്രമായി ദേശീയ തലത്തിൽ ചിത്രീകരിക്കുന്നതിൽ സന്ദീപ് വാര്യർ സംഘപരിവാറിന് നൽകിയതും വലിയ സംഭാവനകളാണ്. മലപ്പുറത്തെ മുസ്ലിങ്ങൾ ആനയെ തോട്ടവെച്ച് കൊന്നെന്നും ഇത് ഹിന്ദുക്കൾക്കെതിരായ ജിഹാദാണെന്നും പ്രചരിപ്പിച്ചത് സന്ദീപ് വാര്യരായിരുന്നു. എന്നാൽ ഈ നിലപാട് തിരുത്തണമെന്ന് സന്ദീപ് വാര്യരോട് ആവശ്യപ്പെടാൻ ലീഗ് നേതാക്കൾ തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.